ശബരിമലയും ശബരിമലയിലെ പൂണൂൽ കള്ളന്മാരും ഒക്കെയാണല്ലോ ചർച്ചാ വിഷയം. ഈ പൂണൂൽ കള്ളന്മാരാണ് സത്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് പലവട്ടം തെളിവുകൾ നിരത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊന്നും ഇതിനെ അംഗീകരിക്കുവാൻ ആർക്കും സാധിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് വലതുപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾക്ക്. അതായത് ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരിയിട്ട് സ്വർണ്ണക്കൊള്ള നടത്തിയത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് ഇടതുപക്ഷക്കാരാണെന്ന് വരുത്തി തീർത്തിട്ട് ഇത്തരത്തിലുള്ള തന്ത്രി പൊങ്കവന്മാരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. ഇപ്പോ അവർക്ക് മുന്നിലേക്ക് കുറച്ച് പഴയ ദൃശ്യമാണ്, എന്നാലും ഈ ദൃശ്യം ഒന്ന് കാണിക്കുകയാണ്. അതായത് അമ്പലങ്ങൾക്കകത്ത്, ക്ഷേത്രങ്ങൾക്കകത്ത് ഒരു വിശ്വാസി വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ അവിടത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദൈവം എന്ന് കരുതുന്ന ആ വിശ്വാസത്തിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന കാണിക്ക പോലും ഈ പറയുന്ന തന്ത്രിമാരും അവിടുത്തെ തിരുമേനിമാരും എങ്ങനെയൊക്കെയാണ് മുക്കുന്നത് എന്നതിന്റെ കൃത്യമായ ദൃശ്യം. അതായത് ആ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന വരുമാനം, അത് ഒരുപക്ഷെ വിശ്വാസികൾ കൊടുക്കുന്ന കാണിക്കയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വരുന്ന കാശാകാം, സ്വർണ്ണത്തുട്ടുകളാകാം, ആഭരണങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, എങ്ങനെയാണ് അവിടെ ആ ദൈവത്തെ ആരാധിക്കുന്ന, പൂജിക്കുന്ന, സേവിക്കുന്ന, ഒരുപക്ഷെ ദേവസ്വം ബോർഡിന്റെയൊക്കെ തന്നെ ശമ്പളം പറ്റുന്ന തിരുമേനിമാരാകാം, തന്ത്രിമാരാകാം, പൂജാരിമാരാകാം, ഇവരൊക്കെ എങ്ങനെയാണ് മുക്കുന്നതെന്നും കക്കുന്നതെന്നും തെളിവാക്കുന്ന ഒരു ദൃശ്യം. കുറച്ചുനാൾ മുമ്പ് വന്ന ദൃശ്യമാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കേണ്ട ദൃശ്യം തന്നെയാണിത്. അതായത് അവിടത്തേക്ക് ഒഴുകിയെത്തുന്ന ആ കാശൊക്കെ എങ്ങനെയാണ് ഈ പൂജിക്കാൻ വേണ്ടി ഇരിക്കുന്ന പൂണൂലിട്ട ഇത്തരത്തിലുള്ള കള്ളന്മാർ മുക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ദൃശ്യം. ആക്രാന്തത്തോടെ ആ വരുന്ന പണക്കിഴികൾ ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ അടിയിൽ വരെ ആക്കിക്കൊണ്ട് മുങ്ങാൻ ശ്രമിക്കുന്ന തിരുമേനിമാരെ നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുവാൻ സാധിക്കും. സ്ഥിരം കാഴ്ചയാണ്, ക്ഷേത്രങ്ങളിലെയും അമ്പലങ്ങളിലെയും ഒക്കെ സ്ഥിരം കാഴ്ചയാണ്. എന്തിനേറെ പറയുന്നു, ആരാധനയാണ് വലുത്, വിശ്വാസമാണ് വലുത്, വിശ്വാസികളാണ് വലുതെങ്കിൽ ഇത്തരത്തിലുള്ള തിരുമേനിമാർക്കും തന്ത്രിമാർക്കും ഒക്കെ എന്തിനാണ് ഇത്രയും വലിയ ആഡംബര സൗധങ്ങൾ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവർ ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി, ഭക്തരെ സേവിക്കുവാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത്രയും പണപ്പെരുപ്പം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ കൃത്യമായി ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇവർ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നുണ്ട് എന്നാണ് അതിന്റെ ഒരു സാരാംശം. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാട്ടിത്തരുന്ന ഒരു സത്യാവസ്ഥയുണ്ട്. ആ അമ്പലങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികൾ നൽകുന്ന കാണിക്കകൾ, അത് എങ്ങനെയാണ് അവിടെ നിന്നും അവിടെയുള്ള ഉദ്യോഗസ്ഥരും ജീവനക്കാരും പോലും അറിയാതെ മുണ്ടിന്റെ ഇടയിൽ പോലും ആക്കിക്കൊണ്ട് മുങ്ങുന്ന തിരുമേനിമാരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്.